ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ഇന്നത്തെ ഈ വീഡിയോ ഗുരുവായൂരപ്പൻ്റെ പ്രധാനപ്പെട്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഗുരുവായൂരപ്പന് ഒരുപാട് വഴിപാടുകൾ ക്ഷേത്രത്തിലുണ്ടെങ്കിലും ഗുരുവായൂരപ്പൻ്റെ വഴിപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത്. നിലവിൽ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലായിട്ടാണ് ഉദയാസ്തമന പൂജ നടത്തുന്നത്. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ തിങ്കളാഴ്ച ഉദയാസ്തമന പൂജയാണെങ്കിൽ ചൊവ്വാഴ്ച ശ്രീഭൂതബലി, അങ്ങനെ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് ഇവിടെ ഉദയാസ്തമന പൂജ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പ്രഭാതത്തിൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ നീണ്ടു നിൽക്കുന്ന പൂജയാണ് ഉദയാസ്തമന പൂജ. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ഇപ്പോൾ നിലവിലുള്ള ഒരു വഴിപാടാണെങ്കിലും ഗുരുവായൂരിലാണ് ഈ വഴിപാടിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളതും ഏറ്റവും അധികം പ്രാധാന്യമുള്ളതും. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദയാസ്തമന പൂജ നടക്കുന്ന ഒരു ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഗുരുവായൂരാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് ഭക്തർക്ക് ഈ ഒരു വഴിപാട് നടന്നു കിട്ടാൻ ഒരുപാട് കാലം, അതായത് ദീർഘകാലം കാത്തിരിക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും വന്നു ചേരുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഈ വഴിപാട് ചെയ്ത വഴിപാടുകാരൻ അല്ലെങ്കിൽ വഴിപാടുകാരി മരിച്ചു പോയെന്ന് വരാം. കാരണം അത്രത്തോളം സമയം ഇതിനെടുക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു സാരം. നിലവിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2045 വരെയുള്ള വഴിപാടുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഒരു പൂജ വെച്ചാണ് നടത്താറുള്ളത്. മുഴുവനായി പറയുകയാണെങ്കിൽ 21 പൂജകളാണ് ഉദയാസ്തമന പൂജയുള്ള ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത്. ഇവയ്ക്കുള്ള നിവേദ്യങ്ങളും ചന്ദനവും തീർത്ഥവും അടക്കമുള്ള എല്ലാ പ്രസാദവും വഴിപാടുകാരൻ്റെ അല്ലെങ്കിൽ വഴിപാടുകാരിയുടെ കുടുംബാംഗങ്ങൾക്കുള്ളതാണ്. പൂജയ്ക്കായിട്ട് ഓരോ സമയവും അകത്തു പോകുവാൻ ദേവസ്വം ഒരു സഹായിയെ ഇവർക്ക് അയച്ചു കൊടുക്കും. പൂജയുടെ തലേ ദിവസം വൈകിട്ട് ഗണപതി പൂജയോട് കൂടിയാണ് ഉദയാസ്തമന പൂജകളുടെ ചടങ്ങുകളുടെ ആരംഭം കുറിക്കുന്നത്. അതേ തുടർന്ന് ക്ഷേത്രത്തിലെ പൂജയ്ക്ക് നെല്ല് കുത്തി അരി ഉണ്ടാക്കുന്ന കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീക്ക് യഥാശക്തി ദക്ഷിണ സമർപ്പിക്കുകയും അടുത്ത പൂജയ്ക്കും അവരുണ്ടാകണേ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് ആ ഒരു സമയത്ത് ഭക്തർക്കുണ്ടാകുക. പിറ്റേ ദിവസത്തെ പൂജയ്ക്ക് അരി അളക്കുന്ന ചടങ്ങുകളുണ്ടാവും. അതിന് വഴിപാടുകാരൻ്റെ അല്ലെങ്കിൽ വഴിപാടുകാരിയുടെ കുടുംബം അവിടെ ഉണ്ടായിരിക്കണം. പൂജാ ദിവസം രാവിലെ, അതായത് നിർമ്മാല്യം മുതൽ തൃപ്പുക വരെയുള്ള എല്ലാ ചടങ്ങുകളും വഴിപാട് നടത്തുന്ന ഈ കുടുംബത്തിൻ്റെ വകയായിരിക്കും. 21 പൂജകൾക്കും കുടുംബക്കാർ ഓരോരുത്തരായിട്ട് പോയി തൊഴുതു വരികയാണ് ചെയ്യുന്നത്. ഈയൊക്കെ അവസരങ്ങളിൽ VIP-കൾക്ക് കൊടുക്കുന്ന എല്ലാ പരിഗണനയും ഈ ഒരു കുടുംബത്തിനുണ്ടായിരിക്കും. അവർക്ക് മറ്റു ഭക്തന്മാരെ പോലെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നാലമ്പലത്തിലേക്കുള്ള ഇവരുടെ പ്രവേശനം ഇവർക്ക് നേരിട്ട് അനുവദിച്ചു കൊടുക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ചെയ്തു കൊള്ളുന്നത്. ഭഗവാന് നേദിച്ച അപ്പം, പായസം, കദളിപ്പഴം, പഞ്ചസാര ഇവയെല്ലാം, മുഖത്ത് ചാർത്തിയ ചന്ദനം, കളഭം അടക്കം അഭിഷേകം ചെയ്ത തീർത്ഥജലവും എണ്ണയും പാദങ്ങളിൽ അർപ്പിച്ച പൂക്കളും ഇവയെല്ലാം ഈ നേർച്ച നേർന്നിട്ടുള്ള കുടുംബത്തിനുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു ഉദയാസ്തമന പൂജ വഴിപാട് ചെയ്തിട്ടുള്ള വഴിപാടുകാരനോ വഴിപാടുകാരിക്കോ അവർക്കുള്ളതാണത്. ഉച്ചയ്ക്കുള്ള പ്രസാദയൂട്ടിൻ്റെയും സന്ധ്യയ്ക്കുള്ള ചുറ്റുവിളക്കിൻ്റെയും പ്രധാനപ്പെട്ട അവകാശികളും ഇവർ തന്നെയാണ്. ചുരുക്കത്തിൽ ആ ഒരു ദിവസം മുഴുവൻ ഭക്തന്മാരുടെ വകയാകുകയാണ് ചെയ്യുന്നത്. ഏറെക്കാലമായിട്ട് നിലവിലുണ്ടായിരുന്ന ഒരു വഴിപാടാണ് ഈ ഉദയാസ്തമന പൂജയെങ്കിലും കർണാടക സംഗീത സാമ്രാട്ടായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാണ് ഉദയാസ്തമന പൂജയ്ക്ക് പ്രചാരമുണ്ടാക്കുന്നതിൽ ഗുരുവായൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത്. അതായത് അദ്ദേഹം തൻ്റെ സുദീർഘമായ ഒരു സംഗീത ജീവിതത്തിൽ താൻ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം ഗുരുവായൂരപ്പന് സമർപ്പിച്ചത് ശേഷം തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ 18 വർഷം ആ സമ്പാദ്യം കൊണ്ട് അദ്ദേഹം ഉദയാസ്തമന പൂജ നടത്തിപ്പോന്നു. അതായത് കുറഞ്ഞതൊരു 100 ഉദയാസ്തമന പൂജയെങ്കിലും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അടുത്തൊരു വീഡിയോയിൽ ഭഗവാന്റെ അടുത്ത വഴിപാടിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതുവരെ ഗുരുവായൂരപ്പൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് കൈപിടിച്ച് നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.